സർക്കാർ ജീവനക്കാരോട് അധികൃതർ പറഞ്ഞ വാഗ്ദാനം പാലിക്കുക, ക്ഷാമബത്ത, ലീവ് സറണ്ടർ, ശമ്പള കുടിശ്ശിക എന്നിവ സമയബന്ധിതമായി അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO സംഘിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ പടിക്കൽ നടത്തിയ സമരം NGO സംഘ് സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി S. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് ഉറപ്പു നൽകിയ LDF സർക്കാർ വാക്കുപാലിക്കാതെ ജീവനക്കാരെ വഞ്ചിച്ചതായി അദ്ദേഹം പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കിയിട്ടെന്ന് 11 വർഷം തികയുക. 2013 ഏപ്രിൽ 1 അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന സർക്കാരാണ്, ആ UDF സർക്കാരാണ് പങ്കാളിത്ത പെൻഷൻ കേരളത്തിൽ നടപ്പിലാക്കുക. നിങ്ങൾക്കെല്ലാം അറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അത്തരത്തിലൊരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ തന്നെ കേരളത്തിലെ സർവീസ് സംഘടനകൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിന് തയ്യാറെടുത്തു. സമരത്തിന് ജില്ലാ പ്രസിഡന്റ് S. ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. NDU ജില്ലാ പ്രസിഡന്റ് അനിത G. നായർ, സംഘടനാ വനിതാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി DC സിന്ധു, KG അശോക് കുമാർ, R. ആരതി, അനുപമ അരവിന്ദ് എന്നിവർ പ്രസംഗിച്ചു. ധർണയ്ക്ക് PR രമേശ്, NG ഹരീന്ദ്രൻ, രതീഷ്, D. സിജിൽ എന്നിവർ നേതൃത്വം നൽകി. സമരത്തിനിടെ സമരപ്പന്തലിൽ പത്തനംതിട്ട NDA സ്ഥാനാർത്ഥി അനിൽ K. ആന്റണി സന്ദർശനം നടത്തി. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാണ് അദ്ദേഹം മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.